ഹായ് എവരിവൺ, നമ്മൾ +2 കഴിഞ്ഞ് അല്ലേ? ഇനി എന്ത്? BCom BBA. ഇതാണ് ഒരുവിധ ആളുകളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് BCom BBA അല്ലെങ്കിൽ CA CMA ACCA. എന്നാൽ ഇതൊന്നുമല്ലാതെ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ ഡിഗ്രി കോഴ്സസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കവിടെ BCA, ബാച്ചിലർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ട് അല്ലേ? നമുക്ക് IT റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കോഴ്സുകൾ +2 ശേഷം ചെയ്യാൻ വേണ്ടി പറ്റാവുന്നതാണ്. അതിൽ നമുക്ക് ഡിഗ്രി കോഴ്സായിട്ട് ചെയ്യാവുന്ന ഒരു കോഴ്സാണ് BCA എന്ന് പറയുന്നത്. ഇനി BCA അല്ല, ഇത് കൂടാതെ നമുക്ക് വേറെയും മറ്റു കോഴ്സുകൾ അവൈലബിൾ ആണ് അല്ലേ? നമുക്ക് വെബ് ഡിസൈനിങ്, സൈബർ സെക്യൂരിറ്റി. ഇനി BCom അല്ലെങ്കിൽ BBA ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. നോ പ്രോബ്ലം. BCom ഓർ BBAയുടെ കൂടെ തന്നെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ 4 ഇയർ UG കോഴ്സസ് അല്ലെ? UG കോഴ്സസ് കംപ്ലീറ്റ്ലി 4 ഇയർ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു 4 ഇയർ UG കോഴ്സസിൽ നമുക്ക് കോംപ്ലിമെന്ററി കോഴ്സ് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി സബ്ജക്റ്റ് ആയിട്ട് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, IT കൺസൾട്ടിങ്, ഡാറ്റാ സയൻസ് പോലുള്ള ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് കോഴ്സുകൾ ഇതിൻ്റെ കൂടെ തന്നെ, അഥവാ നമ്മുടെ BCom ഓർ BBAയുടെ കൂടെ തന്നെ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഡിപ്ലോമ കോഴ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ +2 ശേഷം നിങ്ങൾ ഡിഗ്രി ചെയ്യുന്നതോടൊപ്പം അല്ലാതെയോ ഡിപ്ലോമ കോഴ്സുകളായിട്ടും നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് ചോയ്സസ് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് IT കൺസൾട്ടിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിങ്, ഡാറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതുപോലുള്ള ഒരുപാട് കോഴ്സുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഇന്നത്തെ നമ്മുടെ ഫ്യൂച്ചറിൽ ഇൻ ഡിമാൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കോഴ്സാണ് വെബ് ഡിസൈനിങ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. വെബ് ഡിസൈനിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള കോഴ്സുകൾക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ എന്നുള്ളത് ബാധിക്കുന്നൊരു കാര്യമല്ല. ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കുട്ടിക്കും ഇതുപോലുള്ള കോഴ്സുകൾ, അഥവാ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള കോഴ്സുകൾ വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അല്ലേ, ഒരു മാക്സിമം 1 ഇയറിനുള്ളിൽ വരെ വരുന്ന ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് കോഴ്സുകൾ ഇന്ന് നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ നമ്മൾ നോർമലി ഒരുവിധ ആളുകളൊക്കെ BCom അല്ലെങ്കിൽ BBA അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് IT ഫീൽഡാണ് കുറച്ചുകൂടെ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വെറൈറ്റി ഓഫ് കോഴ്സുകൾ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബിസിനസ് ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കോഴ്സസും അവൈലബിൾ ആണ്. ഇന്നത്തെ നമ്മുടെ ഫ്യൂച്ചർ വേൾഡിൽ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വേൾഡിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബിസിനസ് ഇൻ്റലിജൻസ് പോലുള്ള കോഴ്സുകൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ ഫോൺ, ടാബ്ലറ്റ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഏതൊരു ഡിവൈസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ് ഫീൽഡായാലും അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് ഫീൽഡായാൽ പോലും അവിടെയും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. സോ അധിക കുട്ടികളും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് BCom അല്ലെങ്കിൽ BBA അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത്. എന്നാൽ നമുക്ക് ഇതുപോലുള്ള വെറൈറ്റി ഓഫ് IT റിലേറ്റഡ് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഈ ഒരു IT റിലേറ്റഡ് കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വലിയൊരു കരിയർ ഗ്രോത്ത് തന്നെ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. സോ +2 ശേഷം എന്ത് എന്നുള്ള ചോദ്യത്തിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ് ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ താങ്ക് യു സോ മച്ച്.